അമ്മയുടെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു 2024? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷം ഈ 2024. അച്ഛൻ മരിച്ച ഇതായി, പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ വർഷമാണ് ഈ 2024. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. 2024. നമസ്കാരം. അങ്ങനെ 2024 സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ. പ്രവീണും പ്രണവും ആ പേരിൽ കാണിച്ച പോലെ തന്നെ പ്രണവും പ്രവീണും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ, അവർ തമ്മിൽ പിരിഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ്. രണ്ട് യൂട്യൂബ് ചാനലാണ്, രണ്ട് കുടുംബമാണ്. യൂട്യൂബ് ചാനലല്ല, രണ്ട് കുടുംബമാണ്. അവരുടെ കുടുംബത്തിൽ അത്രയും വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ് 2024 സംഭവിച്ചത്. നമുക്കൊക്കെ പല പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ കാണുന്ന വ്ളോഗുകൾ, പ്രത്യേകിച്ച് ഒരുപാട് 40 ലക്ഷത്തിന് മേലെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന, യാതൊരു നെഗറ്റീവും ഇല്ലാത്ത, എല്ലാം അവർ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രം കണ്ടിരുന്ന, നെഗറ്റീവ് എന്നുള്ള സംഭവമൊന്നുമില്ല, ഹേറ്റേഴ്സ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ ഫ്യൂ ആയിട്ട് അസൂയാലുക്കളല്ലാത്ത രീതിയിലുള്ള ഒരു ഹേറ്റേഴ്സും ഇല്ലാത്തൊരു ചാനലായിരുന്നു പ്രണവ് പ്രവീൺ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഇഷ്യൂ വന്നു. ആ ഇഷ്യൂ വന്നതിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അതിൽ വീഡിയോ ചെയ്തത് ഞാനാണ് കേട്ടോ. നമ്മുടെ ഈ ചാനലിലായിരുന്നു ഫസ്റ്റ് അതിൻ്റെ വീഡിയോ. അതിൻ്റെ റീസൺ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അവരുടെ വീഡിയോസ് സ്ഥിരം കാണാറുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂസ് വന്ന സമയത്തും നമുക്ക് സ്ഥിരമായിട്ട് ആൾക്കാരുടെ വ്ളോഗ് ആണെന്നുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ലേ. അതന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മനസ്സിലായി. കൂട്ടത്തിൽ ഞാനും ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഞാൻ ആ വിഷയത്തിൽ നമ്മൾ ആദ്യമായിട്ട് അതിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ 2025 കടക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ പഴയ ഒരു 2020 മുന്നത്തെ വർഷം, അതായത് 2024 കുറിച്ച് പറയാണ്ടായിരിക്കും. ആ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അവരുടെ കേസ് നോക്കുന്ന സമയത്ത് ഒന്ന് പ്രണവ് പ്രവീൺ അവരുടെ ചാനൽ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ 4 മില്യൻ്റെ മുകളിലുള്ള ചാനലിൽ ഇപ്പോൾ അവർ വളരെ സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതായത് പ്രവീണും മൃദുലയും പിന്നെ അവരുടെ കുട്ടിയും അവരുടെ വൈഫ് ഹൗസിലുള്ള എല്ലാവരും പുതിയ വീടും അങ്ങനത്തെ സംഗതികളായിട്ട് അവരവരുടെ കാര്യങ്ങളായിട്ട് ആസ് ഇഫ് ദസ് നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവരവിടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൺ ദ സെയിം ടൈം അവരെവിടെ നിന്നാണോ പോന്നിട്ടുള്ളത്, അതായത് അവരുടെ സ്വന്തം വീടായിട്ടുള്ള അവരുടെ അച്ഛനും അമ്മയും ഈ അനിയനായിട്ടുള്ള കൊച്ചുള്ള അവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ വ്ളോഗ് കാണുന്ന സമയത്ത് അറിയാം അവർക്ക് ഇത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ ഇടയിൽ തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത്. അവരുടെ ഫേസ് കാണുന്ന സമയത്ത് തന്നെ അവർക്ക് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടൊരു വിഷമമുള്ള രീതിയിലാണ് അവരുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും 2 ചാനലുകളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ അതിനിങ്ങനെയും പറഞ്ഞുണ്ടാക്കേണ്ട 2 ചാനലും വികസിക്കുക, അല്ലെങ്കിൽ 2 ചാനലും വളർത്തിയെടുക്കാനുള്ള ഒരു അടവായിരുന്നു ഇവരുടെ. ഇനി നാളെ അവർ രണ്ടുപേരും കൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചെറിയ അഭ്യൂഹം കേൾക്കുന്നുണ്ട്. ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ആരും സീരിയസ്ലി അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, നമ്മൾ കണ്ടതാണ്. അത് എത്രയും എക്സ്റ്റെൻഡ് വരെ പോയി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലായതാണ് അല്ലേ. രണ്ടാമത്തെ കേസ്, സോഷ്യൽ മീഡിയയിൽ വേറെ ഡിസ്കഷൻ വന്നു കണ്ടു. ഈ പ്രണവ് കൊച്ചു ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റ് കൊടുക്കുന്ന ചാനൽസ് ഇപ്രാവശ്യം പേര് പറഞ്ഞിട്ടുള്ളത് പ്രണവ് കൊച്ചുവിൻ്റെ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ 2024 ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അത്ര അധികമാണ് സോഷ്യൽ മീഡിയ ഇവരുടെ കേസസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ് സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലേക്ക് പോകുക. കാരണം അവരുടെ കാര്യങ്ങൾ കാണാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു ചെറിയൊരു കരക്കമ്പി എന്നുള്ള കണ്ടീഷനിലും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ഇന്ന് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർ 2024 എക്സ്പീരിയൻസ്, അവരുടെ 2024 എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം ഇവരുടെ വീഡിയോസിൽ അവരുടെ മുഖത്ത് കംപ്ലീറ്റ്, അമ്മയൊക്കെ സ്പെഷ്യലി ഭയങ്കര വിഷമത്തിലാണ്. നമ്മൾ അവരൊന്ന് പറഞ്ഞതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ എല്ലാവരും അവർ റോസ്റ്റ് ചെയ്താണ്. നമ്മളും അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു തന്നെയാണ്. എന്താണെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കില്ല, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇവർ ഇന്ന് ഇട്ടിട്ടുള്ള വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് അന്നും നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവരുടെ കമൻറ്റ് ബോക്സാണ്. ഈ കമൻറ്റ് ബോക്സ് എന്താണെന്നറിയോ, 2 രീതിയിൽ വരും. ഒന്ന് വെറുതെ വന്നിട്ട് തെറി പറയാനോ നെഗറ്റീവ് അടിക്കാനുള്ള കമൻറ്റ് ബോക്സ്. പിന്നെ ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സ് എന്താ പ്രത്യേകത വെച്ചാൽ ഈ അവരുടെ ആ ചേഞ്ചസിന് അവരുടെ ആ വീഡിയോയിൽ പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിന് പ്രകടമാവുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു കമൻറ്റ് ബോക്സാണ് കേട്ടോ അവരുടെ കമൻറ്റ് ബോക്സ്. വളരെ റെയറായിട്ട് അത് ഞാൻ കണ്ടിട്ടുള്ളൂ. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ കമൻറ്റ് ബോക്സിലേക്ക് പോവാം. കാലത്ത് നമ്മളെല്ലാരും മരിച്ചു പോകും. നമ്മൾ ആരും 100 വർഷമൊന്നും ജീവിച്ചിരിക്കത്തില്ല. അതുവരെ നമ്മൾ ഉണ്ടാക്കിയ പൈസ പണം ഒന്നും ആരും നോക്കത്തില്ല. പക്ഷെ പൈസ പണവും വേണം, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് വേണം. നമ്മുടെ ജീവിതം പൈസക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കില്ലേ. നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മുടെ ലൈഫും കൂടെ എൻജോയ് ചെയ്യണം. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ എത്ര പൈസ കൊടുത്താലും എനിക്ക് ഈ വർഷത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്.
എത്ര പൈസ കൊടുത്താലും തിരിച്ചു കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. സത്യം തന്നെയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇവരുടെ കേസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ളത് ആ യൂട്യൂബ് ചാനലിൻ്റെ റവന്യൂ റിലേറ്റഡ് ആയിട്ട് അവർ തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിരുന്നത് കേട്ടോ. ചാനൽ വേണമെങ്കിൽ ഞാൻ അവന് കൊടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ പ്രവീൺ പറഞ്ഞിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൈസ കൊടുത്താലും കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ട്. കുടുംബം, നമ്മുടെ സന്തോഷം, ഇത് എത്ര രൂപ കൊടുത്താലും നമുക്കത് കിട്ടത്തില്ല. നമുക്ക് ഇപ്പം കുറച്ച് പൈസ തരാം, എനിക്ക് സന്തോഷം താന്ന് പറയാൻ പറ്റുമോ? വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സന്തോഷം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. ആ സന്തോഷം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, വിഷമങ്ങൾ വരുമ്പോൾ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ കരയുക. അത്ര സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ലക്കി. നേരത്തെയൊക്കെ കൊച്ചു രാവിലെ എണീച്ച് വന്നാ ചിരിച്ചുകൊണ്ടാണ് എണീച്ച് വരുന്നത്. അടുക്കളയിൽ വന്ന് എന്നെ ഒരു 2 അടിയൊക്കെ അടിച്ച് രാവിലെ അമ്മയെ കാണും, അമ്മയുടെ പിന്നെ കൈക്ക് പോയി 2 അടി അടിക്കും, ചള്ളക്ക് ഒരു പിച്ചൊക്കെ പിച്ചി ഒന്ന് നുള്ളി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് എന്റെ ആ ഒരു ഫൺ ക്യാരക്ടർ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ട കേസ്. ഞാൻ പോലും അത് അറിഞ്ഞില്ല. അതാണ് പറഞ്ഞത്. ഇവരുടെ വ്ളോഗ് കാണുന്ന സമയത്ത് ഇവരുടെ സംസാരത്തിൽ എപ്പോഴും ആ ഒരു സെൻറ്റി എലിമെൻ്റ് ഉണ്ട്, ഒരു വിഷമത്തിൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും പറയുന്നുണ്ട് അല്ല അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കേട്ടോ. വേറെ മറ്റേ കുടുംബം, ഒരു കുട്ടിയും ഒക്കെ ആയിട്ടുള്ള മറ്റേ കുടുംബത്തിൽ അവർ ഭയങ്കര സന്തോഷമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അമ്മ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ രാവിലെ വരുമ്പോ ഇങ്ങനെ കാര്യമില്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ അത് ഞാൻ പോലും അറിയുന്നില്ല. എന്റെ ക്യാരക്ടർ മാറുമ്പോ എനിക്കറിയില്ല. മനുഷ്യന്മാർ അങ്ങനെയാണ്. നമ്മളെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മാറും. പല കാര്യങ്ങളും എന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്റെ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പഴയ പോലെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി, ഒരുപാട് മാറിപ്പോയി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കും. ഞാൻ സംസാരിച്ച് തുടങ്ങിയത് ചടങ്ങെത്തുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇവർ ഈ അച്ഛൻ സംസാരം നിർത്തുന്നത് മതി നിർത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ സംസാരം നിർത്തുന്നത്. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമൻറ്റ് ബോക്സ്. ഇവരുടെ സംസാരത്തിലൊക്കെ അവരെ മിസ് ചെയ്യുന്ന പോലുണ്ട്, പക്ഷെ അവർക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. 2200 ലൈക്ക് വന്നിട്ടുണ്ട് ഈ ഒരു കമൻറ്റിന്. അതായത് ഇവരുടെ സംസാരത്തിന് വിഷമമുണ്ട്. നേരെ മറിച്ച് പ്രവീൺ, അതായത് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രവീണിൻ്റെ ഒറിജിനൽ ചാനലിൽ മൃദുലയും പ്രവീണും എല്ലാം കൂടി ഇടുന്ന വീഡിയോസിന് അങ്ങനെ ഒരു വിഷമത്തിൻ്റെ എലിമെൻ്റ് ഇല്ല എന്നുള്ളത്. ഈ കൂടപ്പിറപ്പിൻ്റെയും മാതാപിതാക്കളുടെയും മനോവേദന ദൈവം കാണുന്നുണ്ടോ? ദൈവമേ, ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു പറഞ്ഞ് ശരിയാണ്. നമ്മൾ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ അനുഭവിക്കാൻ നാളെ നമ്മൾ ഉണ്ടാകുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ഉണ്ടാവട്ടെ. ആ ഉള്ളിൽ തട്ടിയുള്ള സങ്കടം അത് മനസ്സിലാകുന്നു. ഹാപ്പി ആയിട്ടിരിക്കെ. പിന്നെ കഴിഞ്ഞതൊക്കെ പോട്ടെ, കുറച്ച് നല്ലൊരു കുട്ടിയെ വിവാഹം കഴിച്ച് അച്ഛനെയും അമ്മയും കല്യാണം കഴിക്കുന്ന അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്ന കുട്ടിയുടെ വീട്ടുകാരെയും ഒരുപോലെ പരിഗണിച്ച് സന്തോഷമായി നോക്കാൻ. ഇവരിങ്ങനെ ചിരിച്ചും കളിച്ചും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ മനസ്സിൽ നല്ല സങ്കടമുണ്ട്. കൊച്ചു മൃദുല ഒരിക്കലും അടുപ്പിക്കല്ലേ, അവളെ കൊള്ളില്ല. പ്രവീൺ ഒരിക്കലും പോട്ടെ. അങ്ങനെ കുറേ കുത്തിത്തിരിപ്പുകൾ വേറെയുണ്ട് അവർ മോശമാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അച്ഛൻ അമ്മ കൊച്ചു ഓൾവേസ് ഫേവറേറ്റ്, നിങ്ങളുടെ കൂടെ ഉണ്ട്, നല്ലത് മാത്രം വരട്ടെ. പൈസ കൊടുത്താൽ കിട്ടാത്ത ബന്ധങ്ങൾ സത്യമാണ് കൊച്ചു. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കൊച്ചുവിന് പ്രവീണിനെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇവൻ ഇത് അഭിനയമാണെന്ന് ആരും പറയണ്ട. ഇവരുടെ ഡെയിലി വ്ളോഗ്സ് കാണുന്നവർക്കറിയാം ഇവർ എങ്ങനെയായിരുന്നുവെന്ന്. ഈ വർഷം എല്ലാം ശരിയാവും. അത് സീരിയസ്ലി കേട്ടോ. കാരണം വെച്ചാൽ ഇവരുടെ ഡെയിലി വ്ളോഗ്സ് പണ്ട് മുതലേ കണ്ടവർക്കറിയാം ഇവർ എത്രയും വൈബ്രൻ്റ് ആയിട്ടാണ് ഈ ചങ്ങാതി പെരുമാറിയിരുന്നത്, വ്ളോഗ്സൊക്കെ ചെയ്തിരുന്നത്. ആ ഒരു ഉഷാറിപ്പോൾ കാണുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മുടെ കൂടപ്പുറപ്പ് ഇങ്ങനെ അടിപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്ന സമയത്ത് എന്താണെങ്കിലും ആ ഒരു പഴയ ഇത് കിട്ടില്ല. നമ്മൾ മനസ്സിലെപ്പോഴായാലും വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ ഈ വിഷമമൊന്നും കാര്യങ്ങളൊന്നും അവരുടെ മറ്റേ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് പല ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കാണുന്നവർക്കൊക്കെ, അവരുടെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ മനസ്സിലായത്. എനിക്കും അതുപോലെ തന്നെ തോന്നി. വെച്ചിട്ട് അവരിങ്ങനെ മൂങ്ങിയിരിക്കണം എന്നല്ല, കരഞ്ഞിരിക്കണം എന്നല്ല പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ട ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തത് മാത്രം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.